പരിശ്രമത്തിനൊടുവിൽ വിജയം കണ്ടതിന്റെ സന്തോഷത്തിലാണ് ആലുവ സ്വദേശികളായ ശ്രീജേഷ് ശ്രുതി ദമ്പതികൾ. കുടുംബശ്രീയും കൃഷിഭവനും സഹായവുമായി മുന്നോട്ട് വന്നതോടെ പതിവ് കൃഷികൾക്ക് പകരമായി പാട്ടത്തിനെടുത്ത ഭൂമിയിൽ ഇക്കുറി ചെണ്ടുമല്ലിയും വാടാമല്ലിയും പരീക്ഷിച്ചു. കൃഷിയെ അതിരറ്റ് സ്നേഹിച്ച ഈ ദമ്പതികൾക്ക് വിളവെടുപ്പ് നടത്തിയപ്പോൾ തന്നെ പൂക്കളിൽ ഏറെയും നാട്ടുകാർ ബുക്ക് ചെയ്തു കഴിഞ്ഞു. വിളവെടുപ്പിന്റെ ഉദ്ഘാടനം കീഴ്മാട് പഞ്ചായത്ത് പ്രസിഡന്റ് സതി ലാലു നിർവഹിച്ചു. ആലുവ കീഴ്മാട്ടിൽ ഒരേക്കർ സ്ഥലത്തെ പതിവ് വാഴകൃഷിക്കും കപ്പകൃഷിക്കും പകരമായാണ് ശ്രീജേഷ് ശ്രുതി ദമ്പതികൾ ഇക്കുറി പൂക്കൃഷി പരീക്ഷിച്ചത്. കുടുംബശ്രീയുടെ സജീവ പ്രവർത്തകയായ ശ്രുതി കഴിഞ്ഞ ഓണക്കാലത്ത് പഞ്ചായത്തിലെ പല ഓണപ്പൂക്കള മത്സരത്തിലും പങ്കാളിയായിരുന്നു. പലയിടത്തും പൂക്കളമിടുന്നതിന് നല്ല ഇനം പൂക്കൾ കിട്ടാതെ പലരും അലയുന്നത് മനസ്സിലാക്കുകയുണ്ടായി. കുടുംബശ്രീയും കൃഷിഭവനും സഹായവുമായി മുന്നോട്ട് വന്നതോടെയാണ് വാഴകൃഷിയും കപ്പകൃഷിയും ഒഴിവാക്കി പാട്ടത്തിനെടുത്ത ഭൂമിയിൽ ഇക്കുറി ചെണ്ടുമല്ലിയും വാടാമല്ലിയും പരീക്ഷിച്ചത്. ആലങ്ങാട്ടെ കുടുംബശ്രീ വഴി 5000 തൈകൾ സംഘടിപ്പിച്ച് ദമ്പതികൾ തന്നെയാണ് ചെടികൾ പരിപാലിച്ചത്. 2 മാസത്തെ പരിശ്രമം വിജയത്തിലായ സന്തോഷത്തിലാണിവർ. അടുത്ത വർഷം കൂടുതൽ ഭൂമി പാട്ടത്തിനെടുത്ത് പൂക്കൃഷി വിപുലപ്പെടുത്തുവാനാണ് ശ്രുതിയുടെയും ശ്രീജേഷിന്റെയും തീരുമാനം. കഴിഞ്ഞ വർഷം ഇതുപോലെ നമ്മള് പൂക്കള മത്സരത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പൂ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. നമുക്ക് നല്ല രീതിയിലുള്ള ഡാമേജുള്ള പൂവുകളാണ് കൂടുതലും കിട്ടിയത്. പിന്നെ പൂ അന്വേഷിച്ച് നമ്മൾ കുറേ അലയൊക്കെ ചെയ്തായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തുകൊണ്ട് അടുത്ത വർഷം ചെയ്താൽ കൊള്ളാമെന്നുള്ളൊരു ഇത് മനസ്സിലുണ്ടായിരുന്നു. അതൊരു പ്രചോദനം ഉൾക്കൊണ്ടാണ് നമ്മൾ കൃഷിഭവൻ്റെയും കുടുംബശ്രീ CDSൻ്റെയും ആഭിമുഖ്യത്തിൽ അവരുടെ സഹായത്തോടു കൂടി ഈ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് പ്രചോദനമായത്. വിളവെടുപ്പിന്റെ ഉദ്ഘാടനം കീഴ്മാട് പഞ്ചായത്ത് പ്രസിഡന്റ് സതി ലാലു നിർവഹിച്ചു. കുറച്ച് നാളുകളായിട്ട് 100 മേനി വിളയിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ മേഖലയിലും നല്ല രീതിയിൽ ഇപ്പോൾ ഇടവിള കൃഷികളടക്കം നെല്ല് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പാരമ്പര്യമായി വരുന്ന ആ ഒരു നെൽകൃഷിയൊക്കെ അന്യം നിന്ന് വരുന്ന ഒരു സാഹചര്യത്തിലാണ് ശ്രീജേഷ് ഇത്തരത്തിലുള്ള ഒരു ദൗത്യം ഏറ്റെടുത്ത് വളരെ നല്ല രീതിയിൽ തന്നെ അതിന് നല്ല പരിപാലനം കൊടുത്ത് നല്ല രീതിയിൽ വിളവ് നമുക്ക് നമ്മുടെ സമൂഹത്തിന് നൽകുന്ന. പ്രവാസ ജീവിതം അവസാനിപ്പിച്ചാണ് ശ്രീജേഷ് കാർഷിക രംഗത്തേക്ക് കടന്നത്. ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളും കൃഷിയെ അതിരറ്റ് സ്നേഹിക്കുന്നവരാണ്. ന്യൂസ് ബ്യൂറോ, ആലുവ. ഈ ഓണം പൊന്നോണം. സെപ്റ്റംബർ 1 മുതൽ 17 വരെ നക്ഷത്ര തിളക്കമുള്ള പൊന്നോണം ഓഫറുകളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ, എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഏവർക്കും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.